ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബേബി ജോസഫ്. ഭട്ടൂരയുടെ ഒരു വീഡിയോ എടുക്കുന്നതാണ് വിചാരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്, റവ, തൈര് എടുത്തിട്ടുണ്ട്, പാൽപ്പൊടി, ഉപ്പ്, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, റവ കുതിർത്തി വെച്ചിട്ടുണ്ട് 4 ടേബിൾ സ്പൂൺ. ഇതെല്ലാമാണ് ഇൻഗ്രീഡിയൻസ്. അതിൽ നമുക്ക് ഓയിലും ചേർക്കാണ്ട് 4 ടേബിൾ സ്പൂണും. ഞാൻ 4 ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് കൊണ്ട് നമ്മൾ സാധാരണയൊക്കെ വീട്ടിലെ പൊടിയൊക്കെ എടുക്കുന്ന ഗ്ലാസ്സില്ല, അങ്ങനത്തെ ഗ്ലാസ് കൊണ്ട് 4 ഗ്ലാസ് പൊടി തന്നെ എടുത്തുള്ളത്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ റവ, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് മുമ്പ് കുതിർത്തി വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഞാൻ 4 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കേണ്ടത്. ഇത് 1/2 കപ്പിൻ്റെ അടുത്തായിക്കോട്ടെ. ഇനി ബേക്കിംഗ് പൗഡറാണ് 1 ടീസ്പൂണ്. പഞ്ചസാര 2 ടേബിൾ സ്പൂണ്, 2 ടീസ്പൂണ്. അത് കൂടാൻ പാടില്ല. കൂടിയാൽ നമുക്ക് ഇത് പെട്ടെന്ന് കരിഞ്ഞ ടേസ്റ്റ് ഇതിലേക്ക് വരും, കളറിലേക്ക്. നമുക്ക് ഉപ്പ് പാകത്തിന് ചേർക്കാം. പിന്നെ പാൽപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ 4 കപ്പ് പൊടിയാകുമ്പോൾ 4 ടേബിൾ സ്പൂൺ തന്നെ പാൽപ്പൊടി വേണ്ടി വരും. പിന്നെ അതുപോലെ ഓയിൽ ചേർക്കണം. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഉപയോഗിച്ചു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ച് വയ്ക്കാം. വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പൊള്ളയ്ക്കൽ കുറയും, നല്ല ബോള് പോയ പരുവത്തിൽ കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വെള്ളം കൂടാതെ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നമ്മൾ കുഴച്ച് വെക്കണം. ഞാൻ നന്നായി കുഴച്ച് വെച്ചു. ഒരു 5 മിനിറ്റ് കുഴച്ചു. അപ്പോൾ ഒരുവിധം നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, മൂടി വെക്കാം. ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടാം. പൂരിയെക്കാട്ടും കുറച്ച് വലിപ്പമുള്ള ഉരുളകളാണ് നമുക്ക് ആവശ്യം. ഇനി കുറച്ച് ഉരുളകളാക്കി വെക്കാം. അതിന് ശേഷം നമുക്ക് പരത്താം. നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. മിനിമം അരമണിക്കൂറെങ്കിലും വേണം. 1 മണിക്കൂറൊക്കെ തന്നെയാണ് അതിൻ്റെ നല്ല പാകമുള്ള സമയം. നമുക്ക് ബോൾസ് ഒരു 25 കിട്ടി. ഞാനത് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് പാകത്തിന്. ഇനി നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടോ? ഇനി നമുക്ക് പരത്താം. അധികം പൊടി വേണ്ട. ഒട്ടാതിരിക്കാൻ വേണ്ടി നൈസായിട്ട് ചെറുതായിട്ടൊരു പൊടി മതി. അധികം പൊടി ആയാലും പൊടിയാകെ നമ്മൾ പറ്റിപ്പിടിച്ച് കരിഞ്ഞ പോലെ ഇരിക്കും. പിന്നെ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത്. ചപ്പാത്തിയുടെ പോലെ അധികം തിന്നാവണ്ട. ഒരു ചെറിയ കട്ടി വേണം. ഇത്രയും കട്ടി വേണം സൈഡിന്. അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്.
ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഒന്ന് കുറച്ച് കാര്യത്തിൽ ഓയിൽ ഒഴിക്കണം, എന്നാലാണ് അത് നന്നായിട്ട്. ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓയിലൊന്ന് ചൂടാവട്ടെ. ഞാനൊരു 5-10 പരത്തി. ഇനി നമുക്കിത് വറുത്തെടുക്കാം. നമുക്കൊന്ന് എണ്ണ ചൂടായി നോക്കാം. അത് പൊങ്ങി. നമുക്ക് ഇനി ഇട്ട് തുടങ്ങാം ഓരോന്ന്. നല്ല ചൂടുണ്ടായിക്കോട്ടെ, എന്നാലാണ് അത് പൊള്ളക്കുള്ളത്. നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഇങ്ങനെ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുക. ചൂടുണ്ടായിക്കോട്ടെ. ഒരു ലൈറ്റാ ബ്രൗൺ ആകുമ്പോഴാണ് നമുക്കത് എടുക്കാറാവുക. നമ്മൾ പപ്പടത്തിൻ്റെ കളറാകുമ്പോൾ എടുക്കില്ല. നമുക്ക് ബട്ടൂരയുടെ കളറായി. ഇനി നമുക്ക് ഇത് എടുക്കാം, ഓരോന്ന് എടുക്കാം. ഇനി അടുത്തത് ഇടാം. നമ്മുടെ ഭട്ടൂര നന്നായി പൊങ്ങി ഉണ്ടാക്കൽ കഴിഞ്ഞു. നന്നായിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. അതിപ്പോൾ നന്നായി വീർത്തുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.